US കോൺസുലേറ്റിൽ വിദ്യാർത്ഥി വിസയായ F1 വിസയ്ക്കുള്ള അഭിമുഖത്തിനിടെ 221G സ്ലിപ്പ് കിട്ടിയാൽ എന്ത് ചെയ്യും? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വിസ അപേക്ഷയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലോ കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിലോ ആണ് ഈ സ്ലിപ്പ് നൽകുന്നത്. ഇത് പരിഹരിച്ച ശേഷം പല വിദ്യാർത്ഥികൾക്കും വിസ ലഭിക്കാറുണ്ട്. ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്നതിലൂടെയോ പശ്ചാത്തല പരിശോധനകൾ പൂർത്തിയാക്കുന്നതിലൂടെയോ തടസ്സങ്ങൾ നീക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 221G എന്നാൽ വിസ നിഷേധിച്ചു എന്നല്ല, ഇതൊരു സാധാരണ നടപടി മാത്രമാണെന്ന് വിദഗ്ധരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ സ്ലിപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും. അപേക്ഷ അംഗീകരിക്കാൻ സാധിക്കുമോ എന്ന് കോൺസുലേറ്റ് തീരുമാനിക്കുന്നതുവരെ ഇത് താൽക്കാലികമായി നിർത്തിവെക്കും. ഹൈദരാബാദ് കോൺസുലേറ്റിൽ നടന്ന അഭിമുഖത്തിനിടെ 221G വൈറ്റ് സ്ലിപ്പ് കിട്ടിയ അനുഭവം 28-കാരിയായ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ചിരുന്നു. ഡേവിസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ PhDക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു വിദ്യാർത്ഥിനി. ജൂലൈ 14-ന് ബയോമെട്രിക്സ് എടുക്കുകയും ജൂലൈ 21-ന് അഭിമുഖം നിശ്ചയിക്കുകയും ചെയ്തു. അഭിമുഖത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിദ്യാർത്ഥിനി വിശദീകരിക്കുന്നുണ്ട്. പാസ്പോർട്ടും US-ലെ വിദ്യാഭ്യാസ സ്ഥാപനം അഡ്മിഷൻ അംഗീകരിച്ച് നൽകുന്ന I-20 ഫോമുമാണ് വിസ ഓഫീസറായ ഉദ്യോഗസ്ഥ ആദ്യം ചോദിച്ചത്. വിദ്യാർത്ഥിനി ഇവ കൈമാറി. മറ്റേതെങ്കിലും സർവകലാശാലകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന ഉദ്യോഗസ്ഥയുടെ ചോദ്യത്തിന് ഇല്ലെന്ന് വിദ്യാർത്ഥിനി മറുപടി നൽകി. അടുത്തിടെയാണോ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയതെന്ന ചോദ്യത്തിന് അല്ല, 2022-ൽ UK-യിൽ നിന്നാണ് മാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയതെന്നും മറുപടി നൽകി. ആരാണ് ഡിഗ്രിക്ക് ഫണ്ടിംഗ് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് യൂണിവേഴ്സിറ്റിയാണെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥിനിക്ക് വെള്ള നിറത്തിലുള്ള 221G സ്ലിപ്പ് ലഭിച്ചു. മറ്റ് രേഖകളൊന്നും ചോദിക്കാതെ ഉദ്യോഗസ്ഥ തന്നോട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക് ആക്കാൻ വാക്കാൽ ആവശ്യപ്പെട്ടു. അത് ചെയ്തതോടെ അന്ന് വൈകുന്നേരം തന്നെ വിസ അപ്രൂവലായെന്ന് വിദ്യാർത്ഥിനി വിശദമാക്കുന്നു. എന്തുകൊണ്ടാണ് 221G നൽകുന്നതെന്ന് നോക്കാം. US വിസ അഭിമുഖത്തിൽ പല അപേക്ഷകർക്കും 221G സ്ലിപ്പ് നൽകാറുണ്ട്. ഇത് താൽക്കാലിക വിസ നിഷേധമാണ്. മതിയായ രേഖകളില്ലാത്തതിനാലോ കൂടുതൽ പരിശോധന ആവശ്യമുള്ളതിനാലോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ പരിശോധിക്കാൻ സമയമെടുക്കുമ്പോഴോ രേഖകൾ വീണ്ടും പരിശോധിക്കുമ്പോഴോ ഫോട്ടോ ശരിയായില്ലെങ്കിലോ മറ്റു ചില സുരക്ഷാ കാരണങ്ങൾ കൊണ്ടോ വിസ ഓഫീസർ 221G സ്ലിപ്പ് നൽകാം. ഇവ വ്യത്യസ്ത നിറത്തിലുണ്ട്. ഓരോ നിറത്തിലുള്ള സ്ലിപ്പിനും ഓരോ അർത്ഥമുണ്ട്. വെള്ള നിറത്തിലുള്ള സ്ലിപ്പ് എന്നാൽ കൂടുതൽ രേഖകൾ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നീല നിറത്തിലുള്ള സ്ലിപ്പ് എന്നാൽ കൂടുതൽ രേഖകൾ അത്യാവശ്യമാണെന്ന് അർത്ഥമാക്കുന്നു. പിങ്ക് സ്ലിപ്പ് സംശയം തോന്നിയാൽ കൊടുക്കുന്നതാണ്. മഞ്ഞ സ്ലിപ്പ് എന്നാൽ കൂടുതൽ സമയം വേണമെന്ന് അർത്ഥമാക്കുന്നു. നിങ്ങളുടെ നോൺ ഇമിഗ്രൻ്റ് വിസ അപേക്ഷ നിരസിച്ചിട്ടില്ല, നിങ്ങളുടെ അപേക്ഷ 221G വകുപ്പ് പ്രകാരം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന് സാധാരണയായി സ്ലിപ്പിൽ എഴുതിയിരിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.